കൊച്ചുണ്ണിയുടെ സ്വന്തം സ്ഥലമായ കീരിക്കാട് ഒരു നായരുണ്ടായിരുന്നു. വളരെ ധനവാനായിട്ട് ഒരു നായർ. അയാൾ ധനം സമ്പാദിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടം പണയത്തിന് എടുക്കുക. ഇതായിരുന്നു അയാളുടെ പ്രധാന വരുമാനം. അയാൾ ധാരാളം സമ്പാദിച്ചു കൂട്ടി. അപ്പോൾ ഒരിക്കൽ അയാൾ ഒരു പുതിയ വീട് പണിയാൻ തുടങ്ങി. പുതിയ ഒരു ടെക്നോളജിയാണ് അയാൾ ഉപയോഗിച്ചത്. അന്നൊക്കെ വീടുകൾ പണിയാൻ വെച്ചാൽ അതിൻ്റെ ചുവരൊക്കെ മരം കൊണ്ടാണ്. ഇയാളുടെ ഈ പുതിയ വീടിന് ഇങ്ങനെ മരം കൊണ്ട് ഒരു നിര പണിതിട്ട് അതിൻ്റെ പുറത്ത് ഒരു ഭിത്തിയും കൂടെ പണിതു. എല്ലാവരും ചോദിച്ചു ഇയാളോട്, എന്തിനാ ഇങ്ങനെ ഇത്ര കരുതലോടെ പണിയണേ? അപ്പോൾ നായർ പറഞ്ഞു, ഇത് കായംകുളം കൊച്ചുണ്ണിയുടെ കാലല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ, ഇത് കുത്തിപ്പൊളിച്ചകത്ത് കയറാനൊന്നും ഒരു കൊച്ചുണ്ണിക്കല്ല, കൊച്ചുണ്ണിയുടെ ബാപ്പയുടെ ബാപ്പ വന്നാലും പറ്റില്ല എന്നൊക്കെ ഇയാള് വലിയതായിട്ട് കുറ്റം കൊണ്ടു. അങ്ങനെ കുറച്ചു ദിവസം ആരെയും പേടിക്കാണ്ട് ഇയാളിങ്ങനെ താമസിക്കുകയാണ്. ഒരു ദിവസം കൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരാള് അവിടെ വന്നു. അയാള് വന്നിട്ട് 2000 വിലക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് കൊടുത്തിട്ട് 1000 രൂപ അയാൾ കടം മേടിക്കുകയാണ്. അപ്പോൾ അയാളും ചോദിച്ചു, വീടൊക്കെ വളരെ കാര്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെ പണിതിട്ടുണ്ട് എന്ന് കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ സംശയം, ഇതില് ഒരാൾക്കും കയറാൻ പറ്റില്ല, നിങ്ങൾ പേടിക്കേ വേണ്ട, നിങ്ങളുടെ പണ്ടമൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് കൊച്ചുണ്ണി അങ്ങോട്ട് കയറി വരുന്നത്. കൊച്ചുണ്ണിക്ക് 100 രൂപ ആവശ്യമുണ്ട്. അപ്പൊ അപ്പു നായരോട് ചോദിക്കുകയാണ്, എനിക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അപ്പു നായർ ഇങ്ങനെ ചിറി കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ചെലവിന് വഴിയില്ല അല്ലേ എന്ന് ചോദിച്ചു വളരെ പുച്ഛത്തോടു കൂടി. അപ്പോൾ കൊച്ചുണ്ണി ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നേ ഉള്ളൂ. അപ്പോൾ ഇയാള് പറയാണ്, ഞാൻ 100 രൂപ നിനക്ക് തരാം, അത് നിന്നെ പേടിച്ചിട്ടൊന്നല്ല, ഞാൻ എൻ്റെ പുര പണിതിരിക്കുന്നതേ അത്രത്തോളം സുരക്ഷിതമായിട്ടാണ്, നിന്റെ അക്രമമൊന്നും ഇതിനകത്ത് നടപ്പില്ല. അപ്പോൾ കൊച്ചുണ്ണി പറഞ്ഞു, നന്നായി, അത് ഏതായാലും ഞാൻ ആരെയും ഭയപ്പെടുത്തിയൊന്നും പണം വാങ്ങാറൊന്നുമില്ല, ഞാൻ മര്യാദയ്ക്ക് ചോദിക്കും, തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കും. അപ്പോൾ നായർ പറഞ്ഞു, അത് നിന്റെ കാര്യം, ഞാൻ എൻ്റെ കാര്യം പറയാണ്, ഇവിടെ വന്ന് നിന്റെ വിക്രസുകളൊന്നും കാണിക്കണ്ട, എന്നിട്ട് നീ വിഡ്ഢിയാവുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചുണ്ണി മിണ്ടാതെ നിന്നു. നായർ 100 രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തു, മടങ്ങി കൊച്ചുണ്ണി. അപ്പൊ കൊച്ചുണ്ണി വിചാരിച്ചു, പണം അയാൾ തന്നു, ഏതായാലും ഇനി അയാളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. പക്ഷെ അയാളുടെ അഹങ്കാരം അത് കൊച്ചുണ്ണിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇയാളെ ഒന്ന് പറ്റിക്കണം എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോൾ ഈ അപ്പു നായർ ഒരു ദിവസം വൈകുന്നേരം മേലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ അങ്ങോട്ട് പോയി. ഇയാളങ്ങോട്ട് ഇറങ്ങിയൊരു മാത്ര കഴിഞ്ഞപ്പോൾ തന്നെ മുറ്റത്തുനിന്ന് അയാൾ ഭാര്യയെ വിളിക്കുന്നു. ഭാര്യ കേട്ടു, അപ്പം അങ്ങോട്ട് കുളിക്കാൻ പോയല്ലേ ഉള്ളൂ, ഇത്ര വേഗം വന്നോ എന്ന് വിചാരിച്ചു അവർ വേഗം ഇറങ്ങി ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ അപ്പു നായർ അവിടെ എണ്ണയൊക്കെ തേച്ച് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയോട് അപ്പു നായർ പറയുകയാണ്, നമ്മുടെ കൃഷ്ണപിള്ള 5-6 മാസം മുമ്പ് കടം മേടിച്ച് കൊണ്ടുപോയില്ലേ 1000 രൂപ, അതാണതാ കൊണ്ടുവന്നിരിക്കുന്നത്, ദാ എന്നിട്ടത് തിണ്ണയമ്മ വെച്ചിട്ട് പറഞ്ഞു, നീ ഇത് അകത്ത് കൊണ്ടുപോയിട്ട് അതകത്ത് വെക്കുക, എന്നിട്ട് കൃഷ്ണപിള്ളയുടെ പണ്ടം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞു.